അനുഗ്രഹത്തിന്റെ സമയത്ത് അള്ളാഹു എങ്ങനെ അവന്റെ മുമ്പിൽ വെളിവാവുക? അള്ളാഹു ഒരു അനുഗ്രഹം തന്നു, അല്ലെങ്കിൽ അവനൊരു നന്മ ചെയ്യാൻ സാധിച്ചു, ആ ഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് അള്ളാഹു അവന്റെ മുമ്പിൽ വെളിവാവുന്നത്? അൽഹംദുലില്ലാന്ന് പറയാൻ ദതിപ്പെടുന്നതിലൂടെയാണ്. ഒരു അടിമയിലേക്ക് ഒരു അനുഗ്രഹം ഉണ്ടായാൽ, ഒരടിമ നന്മ ചെയ്താൽ അവൻ ദതിപ്പെടും. എന്ത് പറയാൻ ദതിപ്പെടും? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹ് എനിക്ക് തൗഫീക്ക് തന്നല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയാൻ അവൻ ദതിപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. ശുക്രൻ, നന്ദി ചെയ്തുകൊണ്ട്, വസനാലി റബ്ബിഹിൽ മുനീം, അവൻ ഈ അനുഗ്രഹം നൽകിയ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നന്ദി ചെയ്തുകൊണ്ടും അവൻ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഫയസ്ദാദു മിൻഹു തബാറക വതആല മദദൻ വനിഅമൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ആ അനുഗ്രഹമാകുന്ന സഹായവും അനുഗ്രഹവും ഒക്കെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ലഇൻ ശകർതും ലഅസീദന്നകും, ആരെങ്കിലും നന്ദി ചെയ്താൽ അവന് ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു പറഞ്ഞു. അതുകൊണ്ടാണ് വഫീ ഹദീസിൽ വന്നിട്ടുണ്ട് സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ, ഒരു അടിമക്കും ഒരു അനുഗ്രഹവും അല്ലാഹു നൽകിയിട്ടില്ല. ഫഖാല അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ അവൻ പറഞ്ഞാൽ ഇല്ലാ കാന ലദീ അതാഹു അഫ്ദല ഇദാ അഖദ, അവൻ നൽകിയതിനേക്കാൾ നല്ലത് അവൻ തിരിച്ചു നൽകിയിട്ടായിട്ടല്ലാതെ. അതായത് ഒരു അടിമക്ക് ഒരാൾ അള്ളാഹു അനുഗ്രഹം നൽകിയാൽ, ആ അനുഗ്രഹം നൽകിയിട്ട് അള്ളാഹുവിനോട് അടിമ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹ് നൽകിയതിനേക്കാൾ വലുത് ആ അടിമ അൽഹംദുലില്ലാ എന്ന് പറയുന്നതാണ്.